ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 4G നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് തന്നെ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യാം. ഇന്നർ കവർ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റണം. ഫ്ലോറിൻ്റെ പാനലൊന്ന് റീസെറ്റ് ചെയ്യണം, കാരണം അവിടെ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർ സർവീസ്, ഇടയ്ക്ക് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 76,152 കിലോമീറ്ററാണ് ഇപ്പോൾ മീറ്റർ റീഡിംഗ് ആയിട്ട് കാണിച്ചത്. ഇതിനകത്ത് വണ്ടി ഇടയ്ക്ക് ഓഫായി പോണ കംപ്ലയിൻറ്റ് ആദ്യമേ പറഞ്ഞു തുടങ്ങാം. നമുക്ക് നിലവിൽ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓൾറെഡി കാർബറേറ്ററിൻ്റെ പ്രശ്നം ആവാനാണ് 99% സാധ്യത ഈ ഇരിക്കുന്ന യൂണിറ്റ്. കാരണം അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഉപയോഗം മൂലം കംപ്ലയിൻറ്റ് വന്നതാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ തൽക്കാലം അതൊന്ന് തൊടാതിരിക്കണം നല്ലത്. കാരണം അത് കുറച്ചും കൂടി ഓടുന്നതിൻ്റെ അനുസരിച്ച് കംപ്ലയിൻറ്റ് കൂടും, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാം. കാരണം കാർബറേറ്ററിൻ്റെ താഴത്തെ കറുത്ത പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ വെറുതെ ചാടി പോവാം. മിസ്സിങ് കൂടുതലായിട്ട് വരാം, വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടൊക്കെ വരാം. ആ വന്ന സമയത്ത് അഴിക്കണമായിരിക്കും ബെറ്റർ. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, ഓടിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണ പക്ഷം സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വണ്ടികളിൽ കണ്ടേക്കണത് ഒരു 10 വണ്ടി എടുത്തതിനകത്ത് ഒരു 8 വണ്ടിയും കാർബറേറ്റർ പെട്ടെന്ന് തന്നെ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ അപ്പോൾ തന്നെ മാറ്റേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ നിലവിൽ നാളെ ചെയ്യേണ്ട കേസ് ഇന്നേ നമ്മൾ ചെയ്തു പോകേണ്ടി വരും, അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് തൽക്കാലം നമ്മളിപ്പോൾ അത് തൊടാതിരിക്കണം നല്ലത്. കംപ്ലയിൻറ്റ് വരുമെന്നുള്ള ദിവസം 100% ഉറപ്പാണ്. അതെന്തോരം ഡ്യൂറേഷൻ കിട്ടുമെന്നുള്ള ദിവസം നോക്കിയാൽ മതി. അപ്പോൾ പരമാവധി കംപ്ലയിൻറ്റ് വന്നിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം നമ്മളത് തൊടുന്നില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണം, പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തരാനാണ്. അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാറണം. കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ 3 ബ്രേക്ക് കേബിൾ, ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിലെ ബ്രേക്ക് കേബിളുകളും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 ബ്രേക്ക് കേബിൾ മാറ്റിയതിന് ശേഷം ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റിയിടാനാണ് ബ്രേക്കിൻ്റെ കേസ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഭാഗം വരുമ്പോഴത്തേക്കും ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാനാണ്. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അഴിച്ചാനാണ്. നിലവിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം, വേറെ കാര്യമായിട്ടുള്ള പൊടിയോ കാര്യങ്ങളൊന്നുമില്ല. ലീക്കേജും നിലവിലില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഡാമേജ് ചെറിയൊരു ക്രാക്ക് പോലെ ഉണ്ട്, പക്ഷേ അത് കിടന്ന് ഓടിക്കോളും. ഈ ബെൽറ്റ് നല്ല ലൈഫ് കിട്ടുന്ന ബെൽറ്റാണ്, മാക്സിമം ഉപയോഗിക്കാം. ഇത് പവർ ലിങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇതിൻ്റെ മാനുഫാക്ചർ. അത് ഹോണ്ടയ്ക്ക് സപ്ലൈ ആണ്. ഇപ്പോൾ വന്നത് വാൻഡോ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിൻ്റെ 4 ക്വാളിറ്റി ഇല്ല, പെട്ടെന്ന് മാറ്റേണ്ടി വരാറുണ്ട്. ഇതിപ്പോൾ ഏകദേശം 70,000 കിലോമീറ്റർ മുകളിൽ ഓടിയത്. മറ്റേന്ന് പറഞ്ഞാൽ ഒരു 20,000 കഴിയുമ്പോൾ തന്നെ ചില കേസുകൾ മാറ്റേണ്ടി വരാറുണ്ട്. അതാണ് അത്രയും ഡിഫറൻസ് ബെൽറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇപ്പോൾ നിലവിൽ ബാൻഡോ മാത്രമാണ് കമ്പനി സപ്ലൈ ചെയ്യുന്നത്. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കി നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് യൂണിറ്റ് ചെറിയൊരു തുരുമ്പൊക്കെ ഉണ്ടാക്കുന്ന അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ക്ലച്ചിൽ പറയുന്നതൊക്കെ വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഈ സൈഡ് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്. അത് കൈയോടെ അഴിച്ച് നമുക്ക് ആ ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ചോക്ക് കേബിൾ നമ്മൾ നോക്കുമ്പോൾ ചോക്ക് ഉപയോഗിക്കില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ കേബിൾ നല്ല ടൈറ്റായി പോയേക്കാം. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഏറ്റവും ബെറ്റർ. ചോക്ക് വലിച്ച് വയ്ക്കുക, സ്റ്റാർട്ട് ചെയ്യുക, ഒന്ന് റേസ് ചെയ്തതിന് ശേഷം ചോക്ക് ഓഫ് ചെയ്യുക. 2 കാര്യങ്ങളാണ്. ഒന്ന് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി കിട്ടും, ബാറ്ററിക്ക് അത്ര ലോഡ് കുറഞ്ഞിരിക്കും. പിന്നെ ചോക്ക് കേബിളൊക്കെ കംപ്ലയിൻറ്റ് വരാണ്ട് മാക്സിമം ഒക്കെ ഉപയോഗിക്കാനും പറ്റും. ആക്സിലേറ്റർ കേബിൾ കുഴപ്പമില്ല, വേറെ പ്രോബ്ലം കാണിക്കുന്നില്ല. പിന്നെ ഈ സൈഡ് വണ്ടി മറിഞ്ഞ് വീണിട്ടാണ്, ഇന്നർ കവർ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു ചളക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പൊസിഷനൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇന്നർ കവർ മാറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് അലൈൻ ചെയ്തിടാം. ചെറിയൊരു ഗ്യാപ്പ് എന്നാലും ഉണ്ടാവും, 100% പെർഫെക്റ്റ് ആവണമെന്നില്ല. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷൊക്കെ കംപ്ലൈൻ്റ് ആണ്. ഇത് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിയിടാം. ലിങ്കിൻ്റെ ബുഷ് അഴിച്ചു നോക്കാം, ഗ്രീസ് ചെയ്തിട്ട് കോളർ മാറ്റിയാൽ മതി. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് തന്നെ മതി, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. ഇപ്പോൾ നമ്മൾ കേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കേബിൾ പൊട്ടിയേക്കുന്ന രീതി നോക്കുമ്പോൾ കേബിൾ ഒടിഞ്ഞു പോയേക്കണതാണ്. അപ്പോൾ അതിൻ്റെ 2 രീതിയിൽ വരാം. ഔട്ടറിൻ്റെ ഉള്ളിൽ ഇന്നർ ടൈറ്റ് വന്നപ്പോൾ ഒടിഞ്ഞേക്കണതാവാം. ഇനി അതല്ല സ്പീഡോമീറ്റർ മെക്കാനിസം ടൈറ്റ് വരുമ്പോഴും ഇതേപോലെ ഒടിഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് കേബിൾ അസംബ്ലിയും ക്രൗണും പിന്നീടും മാറണം. അങ്ങനെ മാറണേക്കാളും മുമ്പ് നമ്മൾ സ്പീഡോമീറ്ററും കൂടി ഒന്ന് ചെക്ക് ചെയ്യും. അത് ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കേബിൾ മാറ്റില്ല, കാരണം മാറ്റിയിട്ട് കാര്യമില്ല. ടൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് കേബിളും ക്രൗണും പിന്നീടും മാറ്റി അത് വർക്കിംഗ് ആക്കാം കേട്ടോ. കാരണം ടൈറ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ അതുമേ കേബിൾ മാറ്റിയിട്ടാൽ നിൽക്കില്ല, നമ്മുടെ പൈസ പോകും. അതുകൊണ്ടാണ് മാറ്റിയിട്ടുണ്ടാകുന്ന പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ നല്ല ടയറാണ്. ലൈനർ ഒറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബിനകത്തുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്.
ഞാൻ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.7 ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടില്ല. നിലവിൽ വോൾട്ട് ഒരു അല്പം കുറവുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. സ്പാർക്ക് പ്ലഗ് ആയാലും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത്. എയർ ഫിൽറ്റർ പ്ലഗ് സർക്യൂട്ട് ഫിൽറ്ററൊക്കെ ശരിക്കും 10,000 കിലോമീറ്ററിൽ മാറ്റി കളയാം. നമുക്ക് അടുത്ത സർവീസിൽ നോക്കാം. കൂടുതലായിട്ട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി കളയാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ്, അത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യണം. ഇതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലിങ്കിൻ്റെ ബുഷും ഷോക്കിൻ്റെ ബുഷും കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ബ്രേക്കിൻ്റെ കേബിളുകളാണ്. 3 ബ്രേക്ക് കേബിൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, സ്പീഡോമീറ്ററിൻ്റെ കേബിളും ക്രൗണും പിനിയൻ സെറ്റും കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്നർ കവർ മാറിനേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇന്നർ കവർ എസ്റ്റിമേറ്റ് കാണിക്കാം. പിന്നെ ക്ലച്ചിൽ വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് മൗണ്ട് റബ്ബറും അതിനകത്ത് കാണിക്കാം. പിന്നെ വാട്ടർ സർവീസും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തി അത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ കേട്ടോ. മിസ്സിങ്ങിൻ്റെ കേസ് ഞാൻ പറയണു, കാർബേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. പോകെ അത് കുറേ കൂടി കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരും. ആ സമയത്ത് മാത്രം അഴിക്കുക. കാരണം നമ്മൾ അഴിക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റ് വന്നാൽ മാറ്റാൻ കണക്കാക്കി തന്നെ അഴിക്കണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആണെങ്കിൽ പിന്നെ കൊണ്ടുപോകാൻ പോലും പറ്റില്ല. അതാണ് വേറൊരു പ്രോബ്ലം കേട്ടോ. അപ്പോൾ നോക്കാം, പരമാവധി പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ അഴിക്കുക. കാർബറേറ്റർ മാറ്റാൻ കണക്കാക്കി അഴിക്കുക. ക്ലീൻ ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിടാം, അല്ലെങ്കിൽ മാറ്റി കളയാം. ഓക്കെ.